പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കരുതേ. ഗൾഫ് മലയാളി സായാഹ്ന വാർത്തയിലേക്ക് സ്വാഗതം. ഇന്ന് ജൂലൈ 28 ബുധൻ, ദുൽഹജ്ജ് 18. വാർത്തകൾ വായിക്കുന്നത് ബൽക്കീസ് സക്കരിയ. Al Raza, capturing your best moments. Alivia Medical Center, Al Mashaf near Grand Hypermarket. Wellness in reach. Azim Technologies. Think innovative. വാർത്തകൾ വിശദമായി. ഖത്തറിൽ ആഴ്ചകൾക്ക് ശേഷം പുതിയ കോവിഡ് കേസുകൾ 200 കടന്നു. ഇന്ന് 235 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചതായി പൊതുജനാരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 108 പേർ വിദേശത്തു നിന്നും എത്തിയവരാണ്. 117 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 166 പേർ കോവിഡിൽ നിന്ന് രോഗമുക്തി നേടുകയും ചെയ്തു. ഇതോടെ രാജ്യത്ത് കോവിഡ് രോഗമുക്തി നേടിയവരുടെ എണ്ണം 2,23,376 ആയി. അതേസമയം രാജ്യത്ത് ഇന്ന് ഒരാൾ കൂടി കോവിഡ് ബാധിച്ച് മരിച്ചു. 1,770 പേരാണ് രാജ്യത്ത് നിലവിൽ രോഗബാധിതരായി ചികിത്സയിലുള്ളത്. വ്യാജ കോവിഡ് വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയ ഇന്ത്യൻ പ്രവാസി നഴ്സ് ഉൾപ്പെടെ 3 നഴ്സുമാർ കുവൈത്തിൽ അറസ്റ്റിലായി. കുവൈത്ത് ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ വകുപ്പ് ഉദ്യോഗസ്ഥരാണ് 3 പേരെയും അറസ്റ്റ് ചെയ്തത്. വാക്സിൻ എടുക്കാത്തവർക്ക് വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് നൽകിയതായി കണ്ടെത്തിയതിനെ തുടർന്നാണ് 3 പേരെയും അറസ്റ്റ് ചെയ്തത്. ജഹ്റ ആശുപത്രിയിൽ ജോലി ചെയ്തിരുന്ന നഴ്സുമാരാണ് പിടിയിലായത്. 50 മുതൽ 300 ദിനാർ വരെയാണ് ഇവർ വ്യാജ സർട്ടിഫിക്കറ്റിനായി ചെലവാക്കിയതെന്ന് പോലീസ് വ്യക്തമാക്കി. ഖത്തറിൽ ഫാമിലി സന്ദർശക വിസ ലഭിക്കാൻ ആരോഗ്യ ഇൻഷുറൻസ് നിർബന്ധമാണെന്ന് അധികൃതർ. കുടുംബം ഖത്തറിൽ താമസിക്കുന്ന അത്രയും കാലത്തേക്കുള്ള ആരോഗ്യ ഇൻഷുറൻസ് ആണ് വേണ്ടതെന്ന് ഇത് സംബന്ധമായ നിബന്ധനകളിൽ പറയുന്നു. തൊഴിൽ കരാറിൽ 5000 റിയാൽ പ്രതിമാസ ശമ്പളവും ഫാമിലി അക്കോമഡേഷനും ഉള്ളവർക്കാണ് ഫാമിലി വിസിറ്റിംഗ് വിസകൾ അനുവദിക്കുന്നത്. ഇതിന് തൊഴിൽ കരാറും വീടിന്റെ റെന്റൽ അഗ്രിമെന്റും അറ്റസ്റ്റ് ചെയ്തിരിക്കണം. കൺഫേം ചെയ്ത റിട്ടേൺ ടിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ വിസിറ്റിംഗ് വിസയിൽ വരാനാവൂ. ഖത്തർ പൊതുജനാരോഗ്യ മന്ത്രാലയം അംഗീകരിച്ച വാക്സിൻ എടുത്ത് 14 ദിവസം പൂർത്തിയാക്കിയിരിക്കണം. ഖത്തറിലേക്കുള്ള വിമാന ടിക്കറ്റ് നിരക്കിൽ വൻ വർധനവ്. ജോലി പോകും മുമ്പേ തിരികെ എത്താനുള്ള പ്രവാസികളുടെ നെട്ടോട്ടത്തിനിടെയാണ് വിമാന കമ്പനികൾ നിരക്ക് വർദ്ധിപ്പിച്ചത്. ഖത്തർ സന്ദർശക വിസകൾ അനുവദിച്ചു തുടങ്ങിയതോടെയാണ് ഖത്തറിലേക്കുള്ള ടിക്കറ്റ് നിരക്ക് കുത്തനെ ഉയർന്നത്. കേരളത്തിൽ നിന്നും ദോഹയിലേക്കുള്ള സർവീസുകൾക്ക് 3 ഇരട്ടിയോളമാണ് നിരക്ക് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. വൺ വേ ടിക്കറ്റിന് നേരത്തെ 12,000 രൂപയായിരുന്നത് 40,000 രൂപ വരെയായി ഉയർന്നു. ദോഹ വഴി മറ്റ് രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നവരുടെ എണ്ണം ഉയർന്നതും ടിക്കറ്റ് നിരക്ക് കൂടാൻ കാരണമായി. നിലവിൽ ഓഗസ്റ്റ് 15 വരെയുള്ള ബുക്കിംഗുകൾക്കാണ് ഉയർന്ന നിരക്ക് ഈടാക്കുന്നത്. കൂടുതൽ വിമാന സർവീസുകൾ ആരംഭിച്ചാൽ നിരക്ക് കുറയാൻ സാധ്യതയുണ്ട്. കൊറോണ വൈറസിന് പ്രതിരോധ കുത്തിവയ്പ് ലഭിച്ച പൌരന്മാർക്ക് മാത്രമേ ഓഗസ്റ്റ് 1 മുതൽ വിദേശയാത്ര അനുവദിക്കുകയുള്ളൂവെന്ന് കുവൈത്ത് അറിയിച്ചു. പ്രതിരോധ കുത്തിവയ്പ് നൽകാനാവില്ലെന്ന് ആരോഗ്യ മന്ത്രാലയ സർട്ടിഫിക്കറ്റ് ഉള്ള 16 വയസ്സിന് താഴെയുള്ള കുട്ടികളെയും ഗർഭിണികളെയും ഈ നിയമത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ടെന്ന് സർക്കാർ പ്രസ്താവനയിൽ പറയുന്നു. നിങ്ങളുടെ കമ്പനിക്ക് സ്വന്തമായി വെബ്സൈറ്റ് ഇല്ലേ? എങ്കിലിതാ GCCയിലെ മുൻനിര ക്ലൗഡ് സൊല്യൂഷൻ സേവനദാതാക്കളായ അസീം ടെക്നോളജീസിൽ നിന്നും നിങ്ങളുടെ കമ്പനിയുടെ പേരിൽ ഒരു വെബ്സൈറ്റും പ്രൊഫഷണൽ ഇമെയിൽ വിലാസവും സ്വന്തമാക്കാം. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ ഞങ്ങളുടെ സെയിൽസ് റെപ്രസെന്റേറ്റീവുമായി ബന്ധപ്പെടുക. വിളിക്കേണ്ട നമ്പർ 9746614477 അല്ലെങ്കിൽ ഇമെയിൽ ചെയ്യൂ sales@azim.com. ഏഷ്യൻ ഫുട്ബോൾ ഫെഡറേഷന്റെ 7ാമത് മെഡിക്കൽ കോൺഫറൻസ് ഖത്തറിൽ നടക്കും. 2022 മാർച്ച് 8 മുതൽ 10 വരെയാണ് പരിപാടി. സ്പോർട്സ് സയൻസ്, സ്പോർട്സ് മെഡിസിൻ രംഗത്തെ പ്രമുഖർ സംബന്ധിക്കും. ഫുട്ബോൾ ആൻഡ് സ്പോർട്സ് മെഡിസിൻ സെലിബ്രേറ്റിംഗ് ഡൈവേഴ്സിറ്റി എന്ന തലക്കെട്ടിൽ നടക്കുന്ന മെഡിക്കൽ കോൺഫറൻസ് പ്രധാനമായും വനിതാ ഫുട്ബോൾ, യുവാക്കൾ, എല്ലാ പ്രായത്തിലുമുള്ളവരുടെ വിനോദ ഫുട്ബോൾ, ഭിന്നശേഷിക്കാരുടെ ഫുട്ബോൾ തുടങ്ങിയ വിഷയങ്ങളിലാണ് കേന്ദ്രീകരിക്കുക. കോവിഡ് കാലത്തെ ഫുട്ബോളിന്റെ തിരിച്ചുവരവും പ്രധാന വിഷയമാവും. ഖത്തറിൽ ഇന്ത്യക്കാരുടെ കുടുംബ വിസ അപേക്ഷകൾ കെട്ടിക്കിടക്കുന്നതായി റിപ്പോർട്ട്. അപേക്ഷിച്ച ഭൂരിഭാഗം പേർക്കും ഇതുവരെ വിസകൾ ലഭിച്ചു തുടങ്ങിയിട്ടില്ല. ജൂലൈ 5-ന് അപേക്ഷിച്ച പലർക്കും ഇനിയും 3 ആഴ്ച കൂടി കാത്തിരിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സന്ദേശമാണ് ലഭിക്കുന്നത്. കുടുംബ വിസക്കുള്ള 4000 അപേക്ഷകൾ കെട്ടിക്കിടക്കുന്നതായും അറിയിപ്പിൽ പറയുന്നുണ്ട്. രാജ്യത്ത് കോവിഡ് വ്യാപനം ഗണ്യമായി കുറഞ്ഞതിനെ തുടർന്ന് ഈ മാസമാണ് മെട്രാഷ് 2 ആപ്പ് വഴി വീണ്ടും അപേക്ഷകൾ സ്വീകരിച്ചു തുടങ്ങിയത്. എന്നാൽ അപേക്ഷിച്ച ഭൂരിഭാഗം പേർക്കും ഇതുവരെ വിസകൾ ലഭിച്ചു തുടങ്ങിയിട്ടില്ല. ഖത്തറിൽ കോവിഡ് വാക്സിൻ സ്വീകരിച്ചവരുടെ എണ്ണം 20 ലക്ഷം പിന്നിട്ടു. 1 ഡോസ് വാക്സിനെങ്കിലും സ്വീകരിച്ചവരുടെ എണ്ണം കൂടി പരിഗണിച്ചാണ് ഈ നേട്ടത്തിലേക്ക് എത്തിച്ചേർന്നത്. ചൊവ്വാഴ്ച 22,960 ഡോസ് വാക്സിൻ കൂടി കുത്തിവെച്ചതോടെ ഡിസംബറിൽ ആരംഭിച്ച ദേശീയ കോവിഡ് പ്രതിരോധ മരുന്ന് കുത്തിവയ്പ് പ്രോഗ്രാമിൽ ഭാഗമായവരുടെ എണ്ണം 20,13,080 തികഞ്ഞതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. രാജ്യത്താകെ കുത്തിവെച്ച ഡോസുകളുടെ എണ്ണം 37,08,551 ആയി.
കുവൈത്തിൽ വിപുലമായ നടപടിക്രമങ്ങളിലൂടെ അടുത്ത സെപ്റ്റംബറിൽ സ്കൂൾ തുറക്കാനുള്ള സന്നദ്ധത വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ എല്ലാ മേഖലകളിലും സ്ഥിരീകരിച്ചതായി റിപ്പോർട്ട്. 2021-22 അധ്യയന വർഷത്തിൽ വിദ്യാർത്ഥികളുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനായി ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയതായി മന്ത്രാലയം വ്യക്തമാക്കി. UAE-യിലെ എല്ലാ ഡോക്ടർമാർക്കും ഗോൾഡൻ വിസയ്ക്ക് അപേക്ഷിക്കാം. ഡോക്ടർമാരെ ക്ഷണിച്ചുകൊണ്ട് UAE ഗവൺമെന്റ് അറിയിപ്പ് പുറത്തിറക്കി. കോവിഡ് പ്രതിരോധ രംഗത്തെ മുന്നണി പോരാളികൾക്കുള്ള ആദരവാണിതെന്ന് അധികൃതർ വ്യക്തമാക്കി. ഡോക്ടർമാരോടൊപ്പം അവരുടെ കുടുംബത്തിനും 10 വർഷത്തെ ഗോൾഡൻ വിസ ലഭിക്കും. UAE ആരോഗ്യ വകുപ്പിന്റെ ലൈസൻസുള്ള ഡോക്ടർമാർക്കെല്ലാം ഈ മാസം മുതൽ 2022 സെപ്റ്റംബർ വരെ ഗോൾഡൻ വിസയ്ക്ക് അപേക്ഷിക്കാവുന്നതാണ്. വെഡിംഗ്, ബർത്ത്ഡേ, ആനിവേഴ്സറി ആഘോഷങ്ങൾ ഏതുമാകട്ടെ, സുന്ദര നിമിഷങ്ങൾ എന്നെന്നും മനോഹരമായി സൂക്ഷിക്കാൻ അൽറാസ ഫോട്ടോഗ്രാഫി. 403-99877 or 666-14796. Alrasa, capturing your best moments. റോപ്പ് വേ പദ്ധതിയുമായി ഗതാഗത മേഖലയിൽ മറ്റൊരു കുതിപ്പിന് ദുബായ്. ഇതു സംബന്ധിച്ച കരാറിൽ ഫ്രഞ്ച് കമ്പനിയായ M&Dയുമായി RTA ഒപ്പുവച്ചു. ഉരുക്കുവടത്തിലൂടെ സഞ്ചരിക്കുന്ന ഡ്രൈവറില്ലാ പോഡുകൾക്ക് മണിക്കൂറിൽ 45 കിലോമീറ്റർ വേഗമുണ്ടാവും. ദുബായിലെ സാഹചര്യങ്ങൾക്ക് യോജിച്ച വിധമാകും രൂപകൽപ്പന. ലോകത്തെ ഏറ്റവും ആഴമുള്ള ഡൈവിംഗ് കുളത്തിൽ പൊതുജനങ്ങൾക്ക് ഇന്നു മുതൽ പ്രവേശനം. 1.4 കോടി ലിറ്റർ വെള്ളമുള്ള നാദ് അൽ ഷബയിലെ ഡീപ് ഡൈവ് ദുബായിക്ക് 60.02 മീറ്റർ ആഴമുണ്ട്. വലുപ്പത്തിൽ 6 ഒളിമ്പിക് നീന്തൽ കുളങ്ങൾക്ക് തുല്യമാണിത്. നൂതന സുരക്ഷാ സംവിധാനങ്ങളുമുണ്ട് ഇതിൽ. ഇൻഡോർ ഗെയിമുകളും കുളിമുറികളും ഇതിനോടനുബന്ധിച്ചുണ്ട്. ഡൈവിംഗ് ഉപകരണങ്ങൾക്കടക്കം ഒരാൾക്ക് 400 ദിർഹമാണ് നിരക്ക്. ടിക്കറ്റുകൾ ഓൺലൈനിൽ ലഭ്യമാണ്. സൗദിയിൽ നിന്ന് 1334 പുതിയ കോവിഡ് രോഗികളും 1079 രോഗമുക്തിയും റിപ്പോർട്ട് ചെയ്തു. ഇതോടെ രാജ്യത്താകെ കോവിഡ് ബാധിച്ചവരുടെ എണ്ണം 5,22,108ഉം രോഗമുക്തി നേടിയവരുടെ എണ്ണം 5,02,528മായി. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ 11 കോവിഡ് മരണങ്ങളാണ് സ്ഥിരീകരിച്ചത്. ഇതോടെ രാജ്യത്തെ ആകെ മരണം 8,200ആയി. ഓഗസ്റ്റിൽ ഇന്ത്യയിൽ നിന്ന് ദോഹ സർവീസിനൊരുങ്ങി സ്പൈസ് ജെറ്റും. ഖത്തറുമായുള്ള എയർ ബബിൾ കരാറിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ദോഹയിലേക്കുള്ള സർവീസ്. കൊച്ചി, കോഴിക്കോട് വിമാനത്താവളങ്ങളിൽ നിന്ന് ആഴ്ചയിൽ 2 എന്ന നിലയിലാവും സർവീസ് ആരംഭിക്കുന്നത്. ഇതിനു പുറമെ ന്യൂഡൽഹിയിൽ നിന്ന് സർവീസ് ഉണ്ടാകും. നിലവിൽ എയർ ഇന്ത്യ, ഖത്തർ എയർവേസ്, ഇൻഡിഗോ എയർലൈൻസ് എന്നിവർ മാത്രമാണ് ഇന്ത്യയിൽ നിന്ന് ദോഹയിലേക്ക് സർവീസ് നടത്തുന്നത്. ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം PRD ചേംബറിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടിയാണ് ഫലം പ്രഖ്യാപിച്ചത്. ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ 87.94% വിദ്യാർത്ഥികൾ വിജയിച്ചു. 85.13% കഴിഞ്ഞ വർഷത്തെ വിജയ ശതമാനം. 3,28,702 പേർ ഉന്നത പഠനത്തിന് യോഗ്യത നേടി. ഇതിൽ 48,383 പേർ മുഴുവൻ വിഷയത്തിനും A+ നേടി. വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ 80.36% വിജയം. കഴിഞ്ഞ വർഷം 76.06% വിജയം. Alivia Medical Center, Al Mashaf near Grand Hypermarket. Wellness in reach. ദിവസവും രാവിലെ 6 മുതൽ രാത്രി 12 വരെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെ സേവനം. അപ്പോയിന്റ്മെന്റ് ബുക്കിംഗിന് ബന്ധപ്പെടൂ 44441999. കേരളത്തിൽ നിന്ന് 22,056 പേർക്ക് COVID-19 സ്ഥിരീകരിച്ചു. മലപ്പുറം 3,931, തൃശൂർ 3,005, കോഴിക്കോട് 2,400, എറണാകുളം 2,397, പാലക്കാട് 1,649, കൊല്ലം 1,462, ആലപ്പുഴ 1,461, കണ്ണൂർ 1,179, തിരുവനന്തപുരം 1,101, കോട്ടയം 1,067, കാസർഗോഡ് 895, വയനാട് 685, പത്തനംതിട്ട 549, ഇടുക്കി 375 എന്നിങ്ങനെയാണ് ജില്ലകളിൽ ഇന്ന് രോഗബാധ സ്ഥിരീകരിച്ചത്. സംസ്ഥാനത്ത് ഏറ്റവും ഉയർന്ന പരിശോധനയാണ് നടന്നത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 11.2 കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 131 മരണങ്ങളാണ് COVID-19 മൂലമാണെന്ന് ഇന്ന് സ്ഥിരീകരിച്ചത്. ഇതോടെ ആകെ മരണം 16,457ആയി. ഗൾഫ് മലയാളി എക്സ്ചേഞ്ച് റേറ്റ് പ്രസന്റഡ് ബൈ അൽസമാൻ എക്സ്ചേഞ്ച് ദോഹ, ഖത്തർ. ഒരു ഖത്തർ റിയാലിനെതിരെ ഇന്ത്യൻ രൂപയുടെ ഇപ്പോഴത്തെ വിനിമയ നിരക്ക് അൽസമാൻ എക്സ്ചേഞ്ചിൽ 20 രൂപ 20 പൈസ. അൽസമാൻ എക്സ്ചേഞ്ചിന്റെ മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. സിമ്പിൾ സ്റ്റെപ്സിലൂടെ നിമിഷ നേരം കൊണ്ട് നാട്ടിലേക്ക് പണം അയക്കും. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും gulfmalayali.com സന്ദർശിക്കുക.